പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ. സത്യവിശ്വാസികളെ, ബഹുദൈവവിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. അവയുടെ അഭാവത്തിൽ ദാരിദ്ര്യം നേടുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഐശ്വര്യം വരുത്തുന്നതാണ്. തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഇപ്പോൾ സൂറത്തുൽ തൗബ എന്നുള്ള അധ്യായം നിരീശ്വരവാദികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. ഏറെ പ്രിയങ്കരമായുള്ള ഏറ്റവും വലിയൊരു ആയത്താണ്, ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആയത്താണ് നമുക്ക് ഓതി കേൾപ്പിച്ചത്. കാരണം വർഗീയത ഉണ്ടാക്കുക, അവർക്ക് നിരീശ്വരവാദികൾ എന്ന് വെച്ചാൽ വർഗീയത ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് എങ്ങനെയായിരുന്നു അന്യോന്യം വർഗീയത ഉണ്ടാക്കി, ഹിന്ദുവിനും മുസ്ലിമും തമ്മിൽ തെറ്റിച്ച് അന്യോന്യം വർഗീയത ഉണ്ടാക്കിയിട്ടാണ് അവർ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിച്ചത്. അപ്പോൾ തന്നെ ക്രിസ്ത്യാനികൾ അങ്ങനെ ക്രിസ്ത്യാനികളുമായിട്ട് അവർ അങ്ങനെ വർഗീയത ഉണ്ടാക്കിയിട്ട്, കാരണം അവർ ക്രിസ്ത്യാനികളും ഏകദേശം ഒരേ കൂട്ടരാണല്ലോ. ശരിക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അധികം സാത്താനിസ്റ്റുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒക്കെ കണക്ക് തന്നെ. അവർക്ക് എങ്ങനെ നാട് പിടിച്ചെടുക്കാൻ പണം ഉണ്ടാക്കണം, ഒറ്റ ലക്ഷ്യം. അവരുടെ നേതാവായ ലൂസിഫറെ രംഗത്ത് കൊണ്ടുവരണം, അല്ലേ? സിനിമകൾ അധികരിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൂസിഫർ സംബിതനായി രംഗത്ത് വരും എന്നാണ് അവരുടെ വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തിലുള്ളത്. നമുക്കുള്ള പോലെ ഗ്രന്ഥം അവർക്കും ചിലപ്പം ഇറങ്ങിയിട്ടുണ്ടാവും. ഏതെങ്കിലും കൊടും പാപിയും കൂടുതൽ കള്ളം പറയുന്നവനും ആയിലെ ചെകുത്താൻ ഇറങ്ങുമെന്ന് ഖുറാനിൽ പറയുന്നല്ലോ. ആയിലാണ് ചെകുത്താൻ ഇറങ്ങുന്നതോ ചോദിക്കുക. കൊടും പാപിയും പെരും കള്ളം പറയുന്നവരിലുമാണ് പിശാച് ഇറങ്ങുമെന്ന് പറയും. അപ്പം അങ്ങനെ ഏതെങ്കിലും വ്യക്തി കൊടും കള്ളം പറയുന്നവനും എല്ലാ പാപങ്ങളും ചെയ്യുന്ന വ്യക്തിക്ക് പിശാച് ദുർബോധനങ്ങൾ വഴി എന്തെങ്കിലും ഗ്രന്ഥങ്ങൾ അവൻ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. കബാല കയ്യിൽപ്പെട്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഭൂമിയിൽ തിന്മകൾ അധികരിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൂസിഫർ രംഗത്ത് വരും. ലൂസിഫർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെ അനുയായിക്ക് അവന് ധനം വാരിക്കോരി നൽകും, അവർക്ക് വേണ്ടതെല്ലാം നൽകും. പെണ്ണോ പിടക്കോയോ എന്ത് വേണമെങ്കിലും ഒക്കെ നൽകും. അതിനാൽ ആ ലൂസിഫർ രംഗത്ത് വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പങ്കാളിയാവുക. അതുകൊണ്ടാണ് ഇവർ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒഴിവാക്കി പോയത്. അവർ നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു. പോരാത്തതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തെറ്റിച്ചു, രണ്ട് രാജ്യങ്ങളാക്കി മുറിച്ചിട്ടു അവർ പോയി. അപ്പോൾ പോകുമ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ ദുരന്തം, വേഗം നാട് വിട്ടു, ഇവിടെ ഭയങ്കര ദുരന്തം ഉണ്ടാവും, ഇന്ത്യയും പാകിസ്ഥാനും തകരും, 1-2 മാസത്തിൽ വർഗീയ കലാപങ്ങളുണ്ടായി, ഇന്ത്യയും പാകിസ്ഥാനും തകരും എന്നൊക്കെ കരുതി. പക്ഷേ പൊതുവെ സമാധാനപ്രിയരാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ. ഇന്ത്യ തന്നെയാണല്ലോ പാകിസ്ഥാൻ, ഇന്ത്യയുടെ ഭാഗമായിരുന്നല്ലോ പാകിസ്ഥാൻ. മുറിച്ചിട്ടെന്ന് കരുതിയിട്ട് അത് വേറെ ആവില്ലല്ലോ. ശരി, ഒരു അലുവ 2 കഷ്ണമാക്കി മുറിച്ചിട്ടാൽ അത് ലഡു ആവില്ലല്ലോ. അത് അലുവയുടെ ഒരു കഷ്ണം പുറത്തുമ്പോൾ അലുവയുടെ കഷ്ണം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യ എന്നുള്ള ഇതിൻ്റെ ഭാഗം തന്നെയായിരുന്നു പാകിസ്ഥാൻ പണ്ട്. ബ്രിട്ടീഷുകാർ മുറിച്ചിട്ടെന്ന് കരുതി അവർ തമ്മിൽ വലിയ യുദ്ധങ്ങളൊന്നും പോയി കഴിഞ്ഞപ്പോഴും വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരെന്ത് കണക്കൂട്ടി വലിയ യുദ്ധങ്ങളുണ്ടാവും, നമ്മുടെ ആയുധ വിപണി സജീവമാക്കാം, അല്ലെങ്കിൽ അതുവഴി ലൂസിഫർ രംഗത്ത് വരും എന്നൊക്കെ കരുതി വിട്ടിട്ടുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച മാതിരിയൊന്നും നടന്നിട്ടില്ല. ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് യാതനകൾ അനുഭവിക്കേണ്ടെന്ന്. ഇന്ത്യയിലെ ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. തിങ്ങി തീവണ്ടിയിൽ അവർക്ക് ലാഹോർ യാത്ര എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രസിദ്ധമായ ലാഹോർ യാത്ര, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അല്ലാണ്ട് മറ്റു വലിയ ദുരന്തങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ അവർ കണക്കൂട്ടി എന്താണ്, കുട്ടനും മുട്ടനും കഥയിലെ ആടുകളെ പോലെ അവ തമ്മിൽ കൂട്ടിമുട്ടും, നമുക്ക് ചോര കുടിക്കാമെന്നൊക്കെ കരുതി. പക്ഷേ എല്ലാം പാളിപ്പോയി. അപ്പോൾ എന്താണ് കാരണം? അവർ നിരീശ്വരവാദികളാണ്. അവർക്ക് ഒരു മതത്തോട് സ്നേഹമില്ല. ഹിന്ദുക്കൾ തമ്മിൽ വെട്ടിമരിച്ചാലും മുസ്ലിങ്ങൾ തമ്മിൽ വെട്ടിമരിച്ചാലും അവർക്ക് കണക്ക് തന്നെയാണ്.
ആ പണി തന്നെയാണ് ഇപ്പോഴുള്ള നിരീശ്വരവാദികൾ ചെയ്യുന്നത്. ഏറ്റവും സോഷ്യൽ മീഡിയയിൽ വർഗീയത ഉണ്ടാക്കുന്ന ഏത് അക്കൗണ്ട് എടുത്തു നോക്കിയാലും അവരൊക്കെ നിരീശ്വരവാദികളായിരിക്കും. യഥാർത്ഥ ഹിന്ദു ഒരിക്കലും വർഗീയത ഉണ്ടാക്കില്ല. കാരണം ധർമ്മം പാലിക്കാനാണ് ഇവിടെ മതം പറയുന്നത്, എല്ലാവരും സ്നേഹിക്കാനൊക്കെയാണ് രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ഹിന്ദു ഒരിക്കലും അത് ചെയ്യില്ല, മുസ്ലിമും ചെയ്യില്ല. പിന്നെ ചെയ്യുന്ന നിരീശ്വരവാദികൾ, ഇപ്പോൾ ജാഫർ ചാലിക്കോട് എന്നുള്ള വ്യക്തിയുണ്ട്, ഇസ്ലാം എന്ന് പോയവനാണ്. അവൻ അനങ്ങിയാൽ ഒരു തക്കം കിട്ടിയാൽ വർഗീയത ഉണ്ടാക്കുന്ന പണിയവന്. ഇത് വലിയ മേലാളനായി നടക്കുകയും ചെയ്യും. അവനക്ക് പണ്ടെപ്പോഴോ കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്തോ പുസ്തകങ്ങൾ എഴുതി, പ്രവാചകനെ വിമർശിക്കുന്ന പുസ്തകങ്ങൾ എഴുതിയിട്ട് അവാർഡ് കിട്ടി, പല ഗവർണറിൽ നിന്നും മറ്റും അവാർഡ് കിട്ടിയിട്ട് അതിങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന പണിയാണ് നമുക്ക്. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവൻ. അവൻ്റെ ഭാര്യയായിട്ട് തട്ടമിട്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുക. തട്ടമിടാതെ ആയിക്കഴിഞ്ഞാൽ മുസ്ലിമാണെന്ന് അറിഞ്ഞില്ല. മുസ്ലിം ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവർക്ക് വലിയ കയ്യടി കിട്ടും. മുസ്ലിം വിമർശിക്കുമ്പോൾ അത്ര കിട്ടില്ല. മുസ്ലിം ആയിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കും. ഞാൻ എൻ്റെ ഭാര്യയെ ഇസ്ലാമിന് യോജിച്ച വസ്ത്രങ്ങൾ ഇട്ട് നടക്കുന്നു എന്നിട്ട് മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യുന്നൊരു കവിതയാണ് ഈ ജാഫർ ചാലിക്കോട്. അതുപോലത്തെ ചില കവിതകളാണ് നമ്മുടെ ജബ്ബാർ, ജാമിദൊക്കെ, ചന്ദ്രന്, മാവൂരാന്, അങ്ങനെ ഓരോ ടീമുകളുണ്ട് തരം കിട്ടിയ ഇസ്ലാമിനെ വിമർശിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇവിടെ പറയുന്ന ബഹുദൈവ വിശ്വാസികളാണ്. ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മളത് വളച്ചൊടിച്ചത് അറബിയിലെ മുസ്ലിക്കുകളാണ് അല്ലെങ്കിൽ ഖുറൈശികളാണ് എന്നൊന്നും പറയേണ്ടതില്ല. അവരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പല ദൈവങ്ങളും വിശ്വസിക്കുന്നവർ ആരായാലും അശുദ്ധർ തന്നെയാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണത്തെ സ്നേഹിക്കുന്ന, പണത്തെ ദൈവമാക്കുന്ന ആൾക്കാരുണ്ട്, ജോലിയെ ദൈവമാക്കുന്നവരെ. എൻ്റെ ജോലിയാണ് ഏറ്റവും വലുത്, എൻ്റെ വീടാണ് ഏറ്റവും വലുത്, എൻ്റെ വാഹനമാണ് വലുത്, എൻ്റെ ഭാര്യയാണ് വലുത്, അങ്ങനെ മറ്റുള്ളതിനെയൊക്കെ ദൈവമാക്കുന്നവരും ഈ ഗണത്തിൽപ്പെടും. ഒന്നാമത്തെ ഗണത്തിൽ പെടുക മിക്കവാറും ഇത് ഖുറൈശികളാണ്. കാരണം ഖുറൈശികൾക്ക് അക്കാലത്ത് അവതരിച്ചാണ്. ഖുറൈശികളിൽ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുല് അങ്ങനെ പല ദേവന്മാരും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അവരാണ് ബഹുദൈവ വിശ്വാസികൾ. അവർ അശുദ്ധർ തന്നെയാണ്. അശുദ്ധ വെച്ചാൽ ഒരു മാലിന്യമുള്ള വസ്തു അല്ലേ. നമ്മളൊരു മാലിന്യമുള്ള വസ്തു എങ്ങനെയാണ് തൊടില്ലല്ലോ അല്ലേ. ഒരു നായക്കാട്ടോ പൂച്ചക്കാട്ടോ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് കൈ കഴുകണം. പിന്നെ അവർ തൊട്ടൊക്കെ നാറും. അപ്പോൾ അത് അശുദ്ധ തന്നെയാകുന്നു. അതിനാൽ അവർ ഈ കൊല്ലത്തിന് ശേഷം മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. മസ്ജിദുൽ ഹറാം അപ്പോൾ ഈ കൊല്ലത്തിന് ശേഷം, ഈ കൊല്ലം വരെ അവർക്ക് കഅബയിലേക്ക് വരെ, കഅബ നിൽക്കുന്ന പ്രദേശത്തെയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. ഹറാം വെച്ചാൽ നിഷിദ്ധമായത്. കാരണം അവിടെ മറ്റു തിന്മകളെല്ലാം നിഷിദ്ധമാണ്. അതുകൊണ്ടാണ് ഹറാം എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഈ ഹറാം എന്നുള്ള ഹായ്ക്ക് വ്യത്യാസമുണ്ടാകും, മറ്റർത്ഥമായിരിക്കും ഹാ എന്ന് കേൾക്കാൻ. നിഷിദ്ധമായ പള്ളിയിൽ അർത്ഥം വരില്ലോ. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഹറാം നിഷിദ്ധം, മറ്റു പള്ളികളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നിഷിദ്ധമാണ് അല്ലേ. നിബന്ധനകളിലെ തലമുടി വെട്ടരുത്, നഖം മുറിക്കരുത്, അങ്ങനെ പല നിബന്ധനകളൊക്കെ ആ പള്ളിക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഖുറാനിൽ അങ്ങനെ ചില ഇത് കാണാൻ കഴിയും. ഒരു കാര്യം ഒരു തിന്മയ്ക്കും നന്മയ്ക്കും വേണ്ടി ഉപയോഗിച്ച് നമുക്ക് മറ്റു സ്ഥലത്തും കാണാം. മിശിഹ എന്നുള്ള വാക്ക് ഈസാ മസീഹും പിന്നെ മസീഹ് ദജ്ജാലും, രണ്ടിനും മസീഹ് എന്ന് പറഞ്ഞത്. അത് എന്താണ് തടവപ്പെട്ട ഈസാ മസീഹ് വെച്ചാൽ അദ്ദേഹം രോഗങ്ങൾ തടവി സുഖപ്പെടുത്തുന്നതുകൊണ്ടാണ് ഈസാ മസീഹ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ ഒരു കണ്ണ് തടവി മാറ്റപ്പെട്ടതാണ്. അല്ലേ. അപ്പോൾ അടിച്ചു മാറ്റുക, നമ്മൾ നല്ല അടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് പോവുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അത് തടവി മാറ്റപ്പെട്ട, അങ്ങനെ തടവ് ചികിത്സ കിട്ടുന്നതല്ല. ഇപ്പം ഒരു വ്യക്തി നമ്മളെ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ ചില ദമ്പതികൾ എന്ത് പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ മുലപ്പാൽ ആ കുഞ്ഞുങ്ങൾക്ക്, ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ ഞാൻ തയ്യാറാണെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൽ ഒരുത്തം വന്നിട്ട് പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞു.
അപ്പം അതിനെ വെറുതെ വിടാൻ പറ്റില്ല. കാരണം അവളുടെ ഭർത്താവ് ഉള്ളിടത്തോളം കാലം അതിന് മറുപടി പറഞ്ഞതിൽ മോശമാണല്ലോ അല്ലേ. അപ്പം എൻ്റെ ഭർത്താവ് ഒരു സ്ത്രീയെ നമ്മൾ അവരുടെ സ്ത്രീയുടെ മാതാപിതാക്കൾ, വധുവിൻ്റെ മാതാപിതാക്കൾ ഒരുത്തന് വിവാഹം കഴിച്ചു കൊടുത്ത് തൻ്റെ മകളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിൻ്റെ മുകളിലാണല്ലോ. അപ്പം തൻ്റെ മകളെ പറ്റിയൊരു അപവാദം പറഞ്ഞിട്ട് അവളുടെ ഭർത്താവ് കയ്യും കെട്ടി നോക്കിയിരുന്നതിന് പിന്നെ ആ ഭർത്താവിനെ പിന്നെ എന്തിനാ പറ്റുക? അപ്പം അയാൾ എന്ത് ചെയ്തു, സുഹൃത്തുക്കളെ കൂട്ടി ഇവനെ പഞ്ഞി കിട്ടും. അപ്പം അതിൽ പറഞ്ഞ തടവ് ചികിത്സ കൊടുത്തു എന്നാണ്. അപ്പം തടവ് ഉപദ്രവിച്ചു എന്നാണ്. അപ്പോൾ തടവി മാറ്റിച്ചാൽ ജനങ്ങളാൽ അടി കിട്ടിയിട്ട് കണ്ണിന് കാഴ്ച പോയോ, അല്ലെങ്കിൽ അള്ളാഹു തന്നെ ശിക്ഷ കൊടുത്തിട്ട് കണ്ണ് പോയതോ എന്തൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് ഇറച്ചി കഷ്ണമാണ് ഉണ്ടാവുക, മറ്റൊരു കണ്ണ് തുറച്ചു നിൽക്കുമെന്നാണ്. തുറച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആർത്തി, ഭൂമിയോടുള്ള ആർത്തി. നമ്മൾ വസ്തുവിനോട് ആർത്തി കാണുമ്പോൾ നമ്മൾ തുറച്ചു നോക്കുക അല്ലേ. മറ്റേ നമ്മൾ നിസ്സംഗഭാവത്തിലാണ് നോക്കുക. ഭയങ്കര ആർത്തിയോടുകൂടി അസ്ഥിയോടുകൂടി നോക്കുമ്പോഴാണ് കണ്ണ് തുറച്ച്. അപ്പോൾ ഒരു കണ്ണ് തുറച്ചു നിൽക്കുക ശത്രുക്കും ഭൂമിയോട് ഭൗതികതയോട് ആർത്തിയുള്ളവരാണ് ദജ്ജാൽ എന്ന്. അപ്പോൾ ദജ്ജാൽ എന്ന് പറയുന്നത് നമ്മൾ ദജ്ജാലിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ ആ ശരീരഭാഗങ്ങളുള്ള വ്യക്തികൾ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അവർ ദജ്ജാലിൻ്റെ ഗുണങ്ങൾ അവനുണ്ടാവും. അവരുമായി നമ്മൾ അകന്നു നിൽക്കുക ചെയ്യാം. എനിക്കൊരു സുഹൃത്തിനെ അറിയാം. അദ്ദേഹത്തിന് ദജ്ജാലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദജ്ജാലിൻ്റെ ഒരുപാട് ഗുണങ്ങൾ വെച്ചാൽ ഒന്ന് കുറിയവനായിരിക്കും. ഇദ്ദേഹം കുറിയവനാണ്. കറുത്തവനായിരിക്കും. ഇദ്ദേഹം കറുത്തവനാണ്. പക്ഷേ 2 കണ്ണുണ്ട്. 2 കണ്ണ് കാഴ്ചയുണ്ട്. പിന്നെ കഴുത്തിന് വരണ്ടാവില്ല. തലയും തോളും അടുത്ത് നിൽക്കുന്നതായി തോന്നും, കഴുത്തില്ലാത്തതായി തോന്നും. തലയൊക്കെ എടുത്തോട്ടും വലത്ത് പോയിട്ട് കഴുത്ത് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ അല്പം താഴ്ത്തി നടക്കും. കാല് വളഞ്ഞിരിക്കും. ഇദ്ദേഹത്തിൻ്റെ കാല് വളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാലിൻ്റെ കാൽപാദങ്ങൾ പരിപൂർണമായി നിലം പറ്റിയിരിക്കും. ആനയുടെ കാൽപാദം പോലെ നിലത്ത് പോയിട്ട്, നമ്മളിപ്പം കാലിൻ്റെ ഒരു ഭാഗം കാല് മുൻഭാഗവും നിലത്തിടും, ഏറ്റവും മടമ്പും നിലത്തിടും. കുറച്ച് നടുവിലത്തെ കുറച്ച് ഭാഗം നമുക്ക് നിലത്ത് തൊടാതെ നിൽക്കുകയാണ് ചെയ്യുക പൊതുവെ. ഇത് അല്പഭാഗം മാത്രം തൊടും. പക്ഷേ ഇത് ഇങ്ങനത്തെ ആൾക്കാരുടെ കാല് പരിപൂർണമായിട്ട് നിലത്ത് തൊടും. എല്ലാ ഭാഗങ്ങളും പരിപൂർണമായിട്ട് നിലത്ത് തൊടും. അങ്ങനെയുള്ളൊരു ദജ്ജാലിൻ്റെ ഗുണങ്ങൾ അവർക്കുണ്ടാവും. അത് നമ്മുടെ വയറ്റിൽ സ്ത്രീ ഗർഭിണിയാവുന്ന സമയത്തും ചില പരീക്ഷണങ്ങൾ ആ കുട്ടിക്ക് നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങൾ ഈ കുട്ടി പരാജയപ്പെട്ടു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ പോരാത്തതിന് കുടുംബത്തിലും താവഴിയുണ്ടാവും. ആ കുടുംബത്തിൽ താവഴി ഉണ്ടാവുന്നതും ആ സ്ത്രീയും അങ്ങനെ ഇപ്പോൾ ആ ഭാര്യയുടെ മാതാവിന് അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിക്കും അങ്ങനെ വരും. ആ ഭാര്യയുടെ മാതാവ് ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയി, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം നമ്മളായിരിക്കും ഈ ചെറിയ കുട്ടി, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടീനെ അള്ളാഹുവിൻ്റെ എങ്ങനെ ആക്കിയത്, ദജ്ജാലിൻ്റെ ഗുണങ്ങളോട് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ഇതാണ്. വയറ്റിൽ വെച്ചിട്ട് ചില പരീക്ഷണങ്ങൾ അവർക്കുണ്ടാവും, പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ചെറിയ കുട്ടികൾ തന്നെ മുലപ്പാൽ കുടിക്കുമ്പോൾ മാതാവിനെ മുഖത്തടിക്കുന്നൊക്കെ കാണാം. അതും ഒരു ദജ്ജാലിയൻ ഗുണങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് സംഭവം. പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മസീഹ് ദജ്ജാലും മസീഹ് ഈസാ മസീഹും. ഈസാ നബി ആളുകൾ തടവി അസുഖം ഭേദമാക്കും. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാലും വലിയവരെ കൊണ്ടുവന്നാലും ശരീരത്തിൽ തടവുകയും ആ അസുഖം ഭേദമാക്കുകയും ചെയ്യാറുണ്ട്. ദജ്ജാലിൻ്റെ കണ്ണ് തടവി മാറ്റപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പല ഇത് ഖുറാനിൽ പല ഒരു വസ്തു നല്ലതിനും ചീത്തതിനുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ എന്തോ യുക്തി അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ കൊല്ലത്തെ ശേഷം നിങ്ങൾ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് എന്താണ്? നിഷിദ്ധ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അവിടെ വെച്ച് ചെയ്ത് നിഷിദ്ധമാണ്. അങ്ങനെയുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. പിന്നെ പറയാണ് ഈ ബഹുദൈവവിശ്വാസികൾ ഒഴിവാക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ദാരിദ്ര്യം നേരിടും. വെച്ചാൽ നിങ്ങൾക്ക് കച്ചവടത്തെ ബാധിക്കും. അവിടെ പല ആൾക്കാരും പല കച്ചവടം ചെയ്യും. ഇപ്പം ഒരു ഭയങ്കര BJP-ക്കാരൻ, ഭയങ്കര അർസുകാരനാണ്. അവനും ഒരു കച്ചവടം നടത്താൻ കൂട്ട ഒരു സ്റ്റേഷനറി കച്ചവടം.
സ്റ്റേഷനറി ഒരു ഫാൻസി കച്ചവടം. അവിടെ അവൻ എന്ത് ചെയ്യും വെച്ചാൽ മുസ്ലിങ്ങളുടെ തസ്ബിമാലയും കൊണ്ടുവെക്കും. കാരണം അവന് വേണ്ടത് എന്താണ്? കച്ചവടം നടക്കുകയാണ്. അപ്പോൾ അവിടെ വർഗീയത അവന് പറ്റില്ല. അവിടെ പണ്ടൊരു സെൻറ്റിൻ്റെ കമ്പനിയിൽ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഒരു കസ്റ്റമർ വന്നു. അന്ന് മുതലാളി അവിടെ ഉണ്ട്. അപ്പോൾ പിറ്റേന്ന് BJPൻ്റെ ഹർത്താലാണ്. അപ്പോൾ ആ കസ്റ്റമർ ചോദിച്ചു, നാളെ ഇപ്പോൾ ഹർത്താൽ ഉണ്ടാവുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, BJPൻ്റെ ഹർത്താലാണ്, എന്തായാലും ഉണ്ടാവും. കോൺഗ്രസ്സുകാരത് മാതിരിയല്ല. ഒരു ഹർത്താൽ നടത്തിയാൽ ഒരു BJPക്കും ഒരു വാഹനം പോലും ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളോട് പോയും ചെയ്തു. ഇപ്പോൾ മുതലാളി വന്ന് എന്നെ ചീത്ത പറഞ്ഞു, കടയിൽ കസ്റ്റമേഴ്സിനോട് രാഷ്ട്രീയം പറയരുത്, പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ മുതലാളിക്കും BJPനെ കണ്ടുകൂടാ. പക്ഷെ എന്നാലും മുസ്ലിമാണ് മുതലാളി. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അവിടെ വെച്ച സാധനം എങ്ങനെ ചിലവായി കിട്ടണം, അല്ലേ? ചിലവായി കിട്ടിയാൽ അദ്ദേഹത്തിന് പീഡിയവാട കൊടുക്കാൻ പറ്റും, നമുക്ക് ശമ്പളം തരാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് എങ്ങനെയെങ്കിലും ചിലവാക്കണം എന്ന ചിന്തയിലാണ് അദ്ദേഹം കട തുറക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞുള്ള കച്ചവടം കൂടി മുടക്കുക എന്ത് ചെയ്യും? ചിലപ്പോൾ അയാൾ BJP വന്ന ആൾ ഒരു ഹിന്ദു ആയിരുന്നു. ഇപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ BJP ആയിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ്സും ആയിരിക്കും, മാർക്സിസ്റ്റും ആയിരിക്കും, അല്ലാഹു അഅലം. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ചിലപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കച്ചവടം കിട്ടില്ല. അദ്ദേഹം ഒരു വലിയൊരു നല്ലവണ്ണം കച്ചവടം സാധനം മേടിക്കുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് വരും, മാസത്തിലൊരിക്കലോ നല്ല രൂപയുടെ 1000-2000 രൂപ സാധനം വാങ്ങുന്ന ആളാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് മുതലാളി എന്നോട് അല്പം കാറ്റ് സംസാരിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ ഏതൊരു BJPക്കാരനും എന്താണ് അവൻ്റെ, ഞാൻ പറഞ്ഞ ഫാൻസി പീഡിയയിൽ അവിടെ തസ്ബിമാല ഉണ്ടാവും, അങ്ങനെ പല കാര്യം ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട പലതും കൗണ്ടറിലെ മുസ്ലിങ്ങൾ പിന്നെ ദിക്ക് എടുക്കുന്ന കൗണ്ടർ ഉണ്ടല്ലോ, അതുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഉണ്ടാവും. BJPക്കാരനൊക്കെ ആയാലും ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളവിടെ പിന്നെ അങ്ങനെ പല BJPക്കാരും ഒക്കെ പലരും കച്ചവടം ചെയ്യുന്നുണ്ട്. അവിടെ ഒന്നും വർഗീയപരമായിട്ട് ഉണ്ടാവില്ല. കച്ചവട സ്ഥാപനത്തിൽ അവർ കച്ചവടം ഭംഗിയായി ചെയ്യും. പിന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അത് മാത്രമല്ല, കച്ചവടം മൂലം അവരുടെ ഈ വർഗീയത അല്പം കുറഞ്ഞു പോവുകയും ചെയ്യുന്നത് കാണാം. അതുകൊണ്ടാണ് അള്ളാഹു കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചത്. മനസ്സിലെ കച്ചവടം നടക്കുന്നതോടുകൂടി നമ്മളിലെ വർഗീയതയൊക്കെ എന്ത് ചെയ്യും? അലിഞ്ഞലിഞ്ഞു പോകും. ഇപ്പോൾ UPയിലൊന്നും അവിടെ വർഗീയത വല്ലാതെ കൂടുന്ന, അവിടെ കച്ചവടങ്ങളൊക്കെ വളരെ കുറവാണ്. മുസ്ലിങ്ങൾ നല്ലവണ്ണം സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. മനസ്സിലെ ഗൾഫ് പണമുള്ളത് കണ്ടമാനം സാധനം വാങ്ങിക്കൂട്ടും. അപ്പോൾ മുസ്ലിങ്ങൾ ഒരു കടയിൽ കയറാൻ വേണ്ടി അവർ ഇപ്പം കേരളത്തിലെ ജനങ്ങളൊക്കെ ഒരു മുസ്ലിങ്ങളെ കടയിൽ കയറാൻ വേണ്ടി അവർ അത്യധികം പരിശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഗീയത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ BJPക്ക് ഇവിടെ വോട്ട് ബാങ്ക് തുടങ്ങാൻ കഴിയാത്തത്. സുരേഷ് ഗോപി അങ്ങനെയൊക്കെ തരികിട ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെടുത്തു. നാടകം കളിച്ചു, ആംബുലൻസിലൊക്കെ വന്ന് എന്തൊക്കെ നാടകങ്ങൾ, തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് എന്തൊക്കെ നാടകം കളിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മൂലമൊക്കെ അങ്ങനെയൊക്കെ അവന് അധികാരത്തിൽ കയറി. അടുത്ത തവണ അവന് പരാജയപ്പെടും. കാരണം അത്രക്കും സഹിച്ചു കൊണ്ടിരിക്കുക ജനങ്ങൾ. കാരണം ഒരു മനോരോഗിയെ പോലെയാണ് അവൻ്റെ പെരുമാറ്റം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, ഈ കച്ചവടം മൂലം എന്താണ് എല്ലാ വർഗീയതയും ഇല്ലായ്മ ചെയ്യും. ഉപ്പലിയുന്ന പോലെ അലിയും നമ്മുടെ നമ്മളെ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുക. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനിപ്പോൾ ഒരു 1000 രൂപ ഒരാൾക്ക് കടം കൊടുത്തിട്ട് ഒരു മാസത്തിന് ശേഷം അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ 1700 മേടിക്കും. ഒരു കച്ചവടക്കാരനും അങ്ങനെ ചെയ്യും, അല്ലേ? അവനൊരു 1000 രൂപയുടെ ഫാൻ വാങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അത് വിൽക്കുന്നത്. അവനെന്ത് ചെയ്യും? 1700 രൂപയ്ക്ക് വിൽക്കും. രണ്ടും ഒന്നല്ലേ നമ്മൾ കരുതും. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ഈ കച്ചവടക്കാരൻ ഈ ഫാന് വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ വഴി പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ടൗണിൽ പോയി അങ്ങാടി പോയിട്ടാണ് സാധനം മേടിക്കുന്നത്. വാഹനത്തിൽ കയറ്റി സാധനം കൊണ്ടുവരുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ ഹിന്ദു ആയിരിക്കും, ചിലപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കും. അവരുമായിട്ട് ബന്ധമുണ്ടാവും. വാങ്ങുന്നവനും വേറെ മതക്കാരനായിരിക്കും ബന്ധമുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ അന്യോന്യം ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ നിൽക്കും. മുസ്ലിം ജനങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇസ്ലാം സ്വന്തം കുടുംബത്തിൽ വിവാഹം കഴിക്കരുത് എന്നത്. അകലെ നിന്നുകൊണ്ട് കൂടുതൽ അകലത്തേക്കുള്ള വിവാഹം കഴിക്കുക, സമീപത്തെ അയൽവാസികളുമായിട്ട് വിവാഹം കഴിക്കുന്നത് ഇസ്ലാം അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൂടുതൽ ദൂരത്തു നിന്ന് വിവാഹം കഴിക്കുക. അപ്പം ആ ബന്ധമുണ്ടാവുക. മനസ്സിലല്ലേ? ഇപ്പം നമ്മുടെ രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച് ഇറ്റലിയിൽ നിന്നാണ്. അപ്പോൾ ഇറ്റലി യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വേഗം
പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ രാജീവ് ഗാന്ധി വേറെ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ ഭാര്യയും കുട്ടികളും അവിടെയാണ്. അപ്പോൾ അത് ആ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ നോക്കും. അപ്പോൾ പല രാജ്യങ്ങളും പല നാടുകളും പല പഞ്ചായത്തുകളും തമ്മിൽ നമ്മൾ വിവാഹബന്ധവും ഒക്കെ നമ്മൾ തമ്മിൽ ഐക്യപ്പെട്ടു നിൽക്കും. അതുകൊണ്ടാണ് കച്ചവടത്തെയൊക്കെ അള്ളാഹു പ്രോത്സാഹിപ്പിച്ചത്. കച്ചവടത്തെയും പിന്നെ സ്വന്തത്തിൽ നിന്ന് വിവാഹം കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ അന്യോന്യം സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും അന്യോന്യം നമ്മൾ ഒരു മാലയിൽ പുറത്തെ മുത്തുമണികൾ പോലെ നമ്മൾ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കുക. അതിലാണ് നമുക്ക് ശാന്തിയും സമാധാനമുള്ളത്. അങ്ങനെ ജീവിക്കുന്ന ഭാഗ്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.